തേങ്ങ ഉണ്ടാക്കി റോസിയമ്മേ. അമ്മ അതെങ്ങനെയാ ഉണ്ടാക്കാൻ പഠിച്ചേ? പപ്പട ആടിയും പപ്പട വാടിയും ആരും മറക്കരുത്. ഹലോ, സംസാരം ടിവിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ നിൽക്കുന്ന ആളെ നിങ്ങളാരും മറന്നിട്ടില്ലല്ലോ അല്ലേ? നമുക്ക് ചാലക്കുടി സ്പെഷ്യൽ മീൻ പറ്റിച്ചത് തയ്യാറാക്കി തന്ന നമ്മുടെ സ്വന്തം മേമയാണ്. അപ്പോൾ ഇന്ന് മേമയും ഒപ്പം വേറൊരു അമ്മയും കൂടെ ചേർന്നിട്ട് നമുക്ക് സ്പെഷ്യൽ ഒരു പലഹാരം, മോളുടെ അതായത് മേമയുടെ മരുമോളുടെ അമ്മയാണിത്. അപ്പോൾ ഇവർ രണ്ടുപേരുടെ കൂടിയിട്ട് ഇന്ന് നമുക്ക് വേണ്ടി സ്പെഷ്യൽ ഒരു 4 മണി പലഹാരം ഉണ്ടാക്കി തരും. അപ്പം മേമ പലഹാരം ഉണ്ടാക്കി കഴിയുമ്പോൾ അവസാനം ഞാൻ വന്നത് ടേസ്റ്റ് ചെയ്ത് നോക്കും. അപ്പൊ ഇത് ഞാൻ ഈ കിച്ചൺ ഇവർക്ക് രണ്ടുപേർക്കായിട്ട് വിട്ടു കൊടുത്തിരിക്കുന്നു. അപ്പൊ നമുക്ക് പലഹാരം ഉണ്ടാക്കാം അല്ലേ? ഉണ്ടാക്കാൻ തുടങ്ങാം. തീ കത്തിച്ച് ചട്ടി അടുപ്പത്ത് വയ്ക്കുകയാണ്. ചട്ടി ചൂടാവുമ്പോൾ ഓയിൽ വെട്ടി ഒഴിക്കണം. വെളിച്ചെണ്ണ ചട്ടിയിൽ ഒഴിക്കണേ. നമ്മൾ ഉണ്ടാക്കാൻ പോണത് പപ്പട അടയാണ്. അത് ഉണ്ടാക്കാൻ പോണ വിധം ചെയ്യുമ്പോൾ കാണാൻ പറ്റും. മുന്നേ തന്നെ അരിപ്പൊടി എടുത്ത് ചെറിയ ഉണ്ടകളായിട്ട് ഉരുട്ടി പപ്പടത്തിലേക്ക് വെച്ച് പരത്തിട്ടോ. പരത്തി കഴിയുമ്പോൾ വട്ടം വെച്ച് വരുമ്പോൾ ഓരോ ടീസ്പൂണ് തേങ്ങ ശർക്കരയൊക്കെ വിളയിച്ചത് ഇങ്ങനെ മടക്കും. അടക്കി കഴിഞ്ഞ് അത് വെളിച്ചെണ്ണയിൽ ഇടണം. ഇനി നല്ലോണം മൊരിഞ്ഞ് കഴിയുമ്പോൾ അത് മറിച്ചിടണം. മറിച്ചിട്ടിട്ട് ഒരു ചെറിയൊരു കളർ വരുമ്പോൾ അത് കോരി മാറ്റാം. അടുത്തത് ഇടാം. പപ്പടാട വെന്തു കോരാൻ പോണു. അടുത്തത് ഇടാൻ പോണു. ഒരെണ്ണം വേകുമ്പോഴേക്കും അടുത്തത് പരത്തി ഇടണം. അമ്മ അതെങ്ങനെയാ ഉണ്ടാക്കാൻ പഠിച്ചേ? ഞാൻ ഉണ്ടാക്കാൻ പഠിച്ചത് എൻ്റെ ചേച്ചി പറഞ്ഞു തന്നതാണ്. ഞാൻ ഇത് കഴിച്ചിട്ടുണ്ട്. എൻ്റെ അമ്മച്ചി ഉണ്ടാക്കിയിട്ടുണ്ട്. അമ്മച്ചിക്ക് ഉണ്ടാക്കി തരും. പക്ഷെ ഞങ്ങൾ അടുക്കളയിലേക്ക് പോകാറില്ല, തിന്നാൻ മാത്രമേ പോവുള്ളൂ. അത് ഇത് ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ കുറച്ച് 5-6 വർഷത്തോളം ഇത് ഉണ്ടാക്കിയിട്ട് ഈ പലഹാരം. അപ്പം മനസ്സിലേക്ക് വന്നത് ഇപ്പോൾ ഈ പലഹാരമാണ്. 5 ഉണ്ടാക്കാൻ പറഞ്ഞപ്പോൾ മനസ്സിൽ വന്നൊരു പലഹാരം. ഇതിപ്പോൾ ഉണ്ടാക്കിയിട്ട് ഒരു 6 വർഷത്തോളമായി. അപ്പോൾ ഇതിൻ്റെ പലഹാരത്തിൻ്റെ ഒരു കാര്യം പറഞ്ഞപ്പോൾ ഇതാണ് എൻ്റെ മനസ്സിലേക്ക് വന്നൊരു പലഹാരം. അപ്പോൾ ഇത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും ഈ പലഹാരം ചാലക്കുടി സ്പെഷ്യൽ പലഹാരമാണ്. ഇതിപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയാലുണ്ട് സ്വാദം അറിയാൻ പാടുള്ളൂ. പിന്നെ പിള്ളേർക്ക് 4 മണി പലഹാരത്തിന് പറ്റിയൊരു പലഹാരമാണത്. എളുപ്പം കഴിയുന്നൊരു പണിയാണ്. മോഡൽ പലഹാരമാണ്. പിന്നെ ഇപ്പം തിന്ന് നോക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് മനസ്സിലാവുള്ളൂ. തേങ്ങ ഉണ്ടാക്കി റോസിയമ്മേ. ഇത് പപ്പട അടയാണ്. പപ്പട വടയുണ്ട്. പപ്പട വട എന്ന് പറയുന്നത് മൈദയിൽ ജീരകം വെള്ളമൊക്കെ ഇട്ട് മിക്സ് ആക്കിയിട്ട് പപ്പടം മുക്കി ഇട്ടിട്ട് ഇതുമാതിരി വെളിച്ചെണ്ണയിൽ കോരി എടുക്കുന്നതാണ് പപ്പട വട. ഇത് പപ്പട അട. രണ്ടിലും അടയുണ്ട്. പപ്പട അടിയും പപ്പട വാടിയും ആരും മറക്കരുത്.
നമ്മുടെ പപ്പടവട ഉണ്ടാക്കൽ കഴിഞ്ഞു. ഇനി എല്ലാവർക്കും അത് ടേസ്റ്റ് നോക്കാം. 5 വന്ന് ടേസ്റ്റ് നോക്കൂ. എല്ലാവരും ടേസ്റ്റ് നോക്കുക. ഞാനിങ്ങനെ കുറേ നേരമായിട്ട് ഇങ്ങനെ നോക്കി നിൽക്കായിരുന്നു എന്താവുമെന്ന്. മറ്റേ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു 4 മണി പലഹാരം അല്ലേ? എന്താ ഒന്ന് മിണ്ടാ നിൽക്കുന്നത്? അതെ. അപ്പൊ നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ ഞാൻ ഇതിനൊന്നും ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ഇതിൻ്റെ ടേസ്റ്റ് 3 ലെയറായിട്ടാണ്. ആദ്യം പപ്പടത്തിൻ്റെ രുചി, അത് കഴിഞ്ഞിട്ടാണ് അരിപ്പൊടി അതിൻ്റെ ഇത്, അത് കഴിഞ്ഞ് ശർക്കരയുടെ ആ ടേസ്റ്റ്, എന്നിട്ട് അവസാനം ഈ 3 കൂടെ ചേരുമ്പോൾ ഉണ്ടല്ലോ നല്ല ഒരു വെറൈറ്റി ഒരു ടേസ്റ്റാണ് കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കണം. എനിക്കതിൽ ഇഷ്ടപ്പെട്ടു. പിള്ളേർക്കൊക്കെ പെട്ടെന്ന് കൊടുക്കാൻ പറ്റിയ നല്ലൊരു 4 മണി പലഹാരമാണ്. സൂപ്പറായിട്ടുണ്ട്. ഇത് അധികം ആരും ഉണ്ടാക്കുന്ന പലഹാരമല്ല. അധികാരം ഉണ്ടാക്കുന്ന പലഹാരമല്ല. ഇത് ചാലക്കുടി സ്പെഷ്യൽ ആയിട്ട് തന്നെ ഇരിക്കുന്നു. നല്ല സൂപ്പർ പലഹാരമായിരുന്നു കേട്ടോ. മേമ നല്ല അടിപൊളിയായിട്ട് 2 പേരോടെ സഹായിച്ച് പരസ്പരം സഹായിച്ച് 2 പേരോട് ഉണ്ടാക്കിയെടുത്ത് പപ്പട വട വേറെ പപ്പട അട വേറെ. അപ്പൊ പപ്പട അട സൂപ്പർ ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഇത് വീഡിയോ ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.